ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഫ്രീ ഇൻ്റർനെറ്റ് റിസോർട്ടിലോ ഹോട്ടലിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വൈഫൈ പാസ്വേഡ് ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പാസ്വേഡിന് പകരം ഇതേപോലുള്ളൊരു വൗച്ചറാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര സമയത്തേക്കാണ് നമ്മൾ ഈ ഒരു വൗച്ചറിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അത്ര സമയത്തേക്ക് മാത്രമേ അവർക്ക് പെർമിഷൻ ഉണ്ടാവുള്ളൂ. എത്ര GB ഡാറ്റയാണ് നമ്മൾ ഈ ഒരു വൗച്ചറിൽ സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ അത്രയും GB ഡാറ്റ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അത് മാത്രമല്ല കേട്ടോ, ഒരു 10 GB ഡാറ്റ നിങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്തു. അവർക്ക് വീണ്ടും ഡാറ്റയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 GB ഡാറ്റ ഒരു 300 രൂപയ്ക്ക് ഇതേപോലുള്ളൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ റിസോർട്ടിനാണെങ്കിലും ഹോട്ടലിനാണെങ്കിലും നമ്മുടെ ഹോസ്റ്റൽസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും അഡീഷണൽ ആയിട്ടുള്ളൊരു റവന്യൂ സോഴ്സ് ഡാറ്റ സെയിൽ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഇൻറ്റേർണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഗസ്റ്റിന് തന്നെയാണ് നമ്മൾ ആ ഡാറ്റ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി നോക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ TP-Linkൻ്റെ ഒമാഡ SDN കൺട്രോളർ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റമദ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ, റമദ റിസോർട്ട്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടി ഞാനൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം താമസിക്കാൻ വരുന്നവർക്ക് രണ്ടാമതൊരു വൗച്ചറിൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ദിവസം താമസിക്കാൻ വരുന്നവർക്കും ഞാനൊരു വൗച്ചർ ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം താമസിക്കാൻ വരുന്ന ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ അവർ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് എനിക്ക് കണ്ടോ കുറേ വൗച്ചർ കാണാൻ പറ്റും നമുക്ക്. അതിൽ നിന്ന് ഒരു വൗച്ചർ ഞാനെടുത്ത് അവർക്ക് ഇതേപോലെ ചുമ്മാ പ്രിൻ്റ് അടിച്ച് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അതാണ് നിങ്ങളിവിടെ ഈ കാണുന്നത്. കണ്ടോ, ഞാൻ ഇതേപോലെ പ്രിൻ്റ് അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റമദയുടെ വൈഫൈ കാണാൻ പറ്റും. കണ്ടോ, റമദ റിസോർട്ട്സ് ഫ്രീ വൈഫൈ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് അടിച്ചിട്ട് അവർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി വരണ സമയത്ത് തീർച്ചയായിട്ടും അവരോട് പറയുന്നത് ഈ ഒരു കോഡ് എൻ്റർ ചെയ്യാനായിരിക്കും. കണ്ടോ, അതേ നോക്കി വൗച്ചർ ആക്സസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർനെറ്റ് കിട്ടും. ഇത് മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും ഇൻ്റർനെറ്റ് പോകുന്നത്. അപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഒരു എണ്ണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവരത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നോക്കിക്കേ, ഇൻ യൂസ് എന്ന് കാണിക്കുന്നുണ്ടോ. ഇൻ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് 2 എണ്ണം ഇതേപോലെയുള്ളത് ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇനി എത്ര മണിക്കൂർ അവർക്ക് ഇതിനകത്ത് ആക്സസ് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ എത്ര GB ഡാറ്റ അവർ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് നമ്മളിങ്ങനെ ഒരു വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഡാറ്റ ലിമിറ്റ് കഴിയുന്നതോടുകൂടി അവർക്ക് പിന്നീട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അഡീഷണൽ ആയിട്ട് പൈസ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്യുന്ന രീതിയിലാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഒരു വൗച്ചർ കൂടെ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റിസോർട്ടിലോ ഹോട്ടലിലൊക്കെ ഉള്ള ജോലിക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതിപ്പോൾ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അവിടെ നമ്മൾ വൗച്ചർ അല്ല യൂസ് ചെയ്യണത്, നമ്മൾ അവർക്ക് ഒരു ലോക്കൽ യൂസർ എന്നുള്ള രീതിയിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു യൂസർ അവർ എത്ര നാൾ ഇവിടെ ആക്സസ് വേണം എന്നുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ശ്രീലക്ഷ്മിയുടെ പേരിൽ വേറൊരാൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മാക്സിമം യൂസർ ഞാനിവിടെ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഡൗൺലോഡ് ലിമിറ്റും അപ്ലോഡ് ലിമിറ്റും, അതായത് ഇൻ്റർനെറ്റ് യൂസേജ് നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് എത്ര GB ഡാറ്റയാണ് നമ്മൾ കൊടുക്കണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എത്ര വേഗതയിൽ അവർ ഇൻ്റർനെറ്റ് എടുക്കണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും അവർക്കത് പിന്നെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ ശ്രീലക്ഷ്മിക്ക് കൊടുത്തിരിക്കുന്ന ഡാറ്റ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 GB ഡാറ്റ പെർ ഡേ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 2 GB ഡാറ്റ ഒരു ദിവസം കൊടുത്തിട്ടുള്ളൂ. അതും 25 MBPS സ്പീഡിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓഫീസിലും അതുപോലെ തന്നെ നമ്മുടെ റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ നമ്മൾ നെറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ റിസോഴ്സ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് അതേ വേഗതയിൽ തന്നെ അവർക്ക് കിട്ടണമെന്നില്ല. അവർക്ക് ഇൻ്റർനെറ്റ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അത് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല അവർ ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ മേളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഓതറൈസ്ഡ് ക്ലയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ഏത് മൊബൈലാണ് യൂസ് ചെയ്യണത്, ഏത് വൈഫൈയിലാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം റിയൽ ടൈം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ ആക്സസ് കിട്ടുന്നതല്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന്. അത് ഹോട്ട്സ്പോട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ WLAN ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ WLAN എന്ന് പറയുമ്പോഴത്തേക്കും വയർലെസ് ലാൻ ആണ്. ഇവിടെ നമ്മളൊരു വയർലെസ് ലാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാൻ യെല്ലോ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു
വയർലെസ് ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് 2.4 GHz വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 5 GHz വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ കൊടുക്കുന്നത് വൈഫൈ സെക്യൂരിറ്റി നൺ ഇടുന്നു, അപ്ലൈ അടിക്കുന്നു. നമ്മളൊരു വൈഫൈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ പോയിട്ട് നമ്മൾ പോർട്ടലിൽ പോവുക. പോർട്ടലിൽ നിന്ന് നമ്മളൊരു പുതിയ പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് യെല്ലോ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. yellow_portal. പോർട്ടലിൽ നമ്മൾ സെറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് SSID സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ആ SSID ഞാനിവിടുന്ന് യെല്ലോ ഡോട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒതൻറ്റിക്കേഷൻ ടൈപ്പിനകത്ത് നമ്മൾ ഹോട്ട്സ്പോട്ട് ഒതൻറ്റിക്കേഷൻ കൊടുക്കുക. ഇനി നമ്മുടെ യൂസറിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലോക്കൽ യൂസർ ക്രിയേറ്റ് ചെയ്യാൻ ടിക്ക് ഇടുക. ഇനി നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വൗച്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ വൗച്ചറാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് നിങ്ങൾക്ക് സ്റ്റാഫിൻ്റെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ വൗച്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി HTTP റീഡയറക്ഷൻ ടിക്ക് ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പേജ് ഉണ്ടല്ലോ, ഈ ഒരു പേജ് എങ്ങനെ വരണം എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആ ഒരു രീതിയിലേക്കുള്ള ലോഗോയും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പോർട്ടൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അപ്ലൈ അടിക്കുകയാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഹോട്ട്സ്പോട്ടിലേക്ക് പോവുക. ഹോട്ട്സ്പോട്ടിൽ ചെന്നിട്ട് പുതിയൊരു വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ വൗച്ചർ ഗ്രൂപ്പിലേക്ക് പോയിട്ട് ക്രിയേറ്റ് വൗച്ചർ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. നമ്മളിപ്പോൾ യെല്ലോ ഡോട്ടിൻ്റെ പേരിലല്ലേ വൗച്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ യെല്ലോ ഡോട്ട് എന്ന് കൊടുക്കുക, yellow_voucher. ഇനി നമ്മുടെ ഈ ഒരു കോഡ് ലെങ്ത്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ വൗച്ചറിൻ്റെ കോഡ് ലെങ്ത് ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് 8 എന്ന് കൊടുക്കുക ഇവിടെ. അതിനുശേഷം പോർട്ടൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. പോർട്ടലിൽ നമ്മളിപ്പോൾ റമദ വൈഫൈ ടിക്ക് എടുത്ത് കളഞ്ഞു, യെല്ലോ പോർട്ടൽ മാത്രം കൊടുത്തു. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ എമൗണ്ട് എന്ന് വെച്ചാൽ എത്ര വൗച്ചർ നമുക്ക് ക്രിയേറ്റ് ആവണമെന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഒരു 15 ഇടാം. ഒരു 15 വൗച്ചറിന് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലിമിറ്റഡ് ഓൺലൈൻ യൂസേഴ്സ് എന്ന് പറഞ്ഞതിനകത്ത് നമ്മളിപ്പോൾ 1 ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വൗച്ചർ യൂസ് ചെയ്തിട്ട് ഒരു മൊബൈലിന് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്ക് താമസക്കാരായിട്ട് 2 പേര് വരുന്നുണ്ട്, അതൊരു ഡബിൾ ബെഡ് റൂമാണ് നമ്മൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൗച്ചർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ 2 പേർക്ക് ഒരേ സമയം ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ 2 കൊടുക്കാം. അപ്പോൾ ഞാൻ 1 മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഇവിടെ താഴെ വരുമ്പോൾ നമുക്ക് ഫിക്സഡ് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ഡേറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫിക്സഡ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൗച്ചറിന് എത്ര നാളത്തേക്ക് ആയുസ് ഉണ്ടെന്നുള്ള കാര്യം കൊടുക്കാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ കൊടുക്കുന്നത് സെപ്റ്റംബർ 30 വരെ 2026 വരെ ഇതിന് വാലിഡിറ്റി ഉണ്ടെന്ന് ഞാൻ കൊടുക്കുവാണ്. പിന്നെ അതേപോലെ തന്നെ വൗച്ചർ ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് വൺസ് ഈ ഒരു വൗച്ചർ യൂസ് ചെയ്ത ഒരാൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് എടുത്ത് തുടങ്ങിയാൽ അപ്പം തന്നെ അവരുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ഒരു കൗണ്ട് ഡൗൺ നമുക്ക് ബേസ്ഡ് ഓൺ ടൈം സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറയാം അത് ഒരു 24 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് അവർക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ ഇത് വൺസ് ഇൻ്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും ഈ വൗച്ചറിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 24 അവേഴ്സിലേക്ക് മാത്രമായിരിക്കും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ റേറ്റ് ലിമിറ്റ് കൊടുക്കാം. റേറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അപ്ലോഡിങ് ആൻഡ് ഡൗൺലോഡിങ് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫുൾ സ്പീഡാണ് കസ്റ്റമർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത 100 Mbps ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു കസ്റ്റമർക്കും 100 Mbps സ്പീഡ് തന്നെ വേണമെങ്കിൽ നമുക്ക് റേറ്റ് ലിമിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് പക്ഷേ ട്രാഫിക് ലിമിറ്റ് സെറ്റ് ചെയ്യണം. എവറി ഡേ നമുക്ക് ഇപ്പോൾ ഒരു 10 GB ഡേറ്റയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കണമെങ്കിൽ ഇതേ കൂടെ ഉണ്ടോ 10 GB നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവർ 10 GB ഉപയോഗിച്ച് കഴിയുന്നതോടുകൂടി ഇവരുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ആ ഒരു വൗച്ചർ പിന്നെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതായത് 24 മണിക്കൂർ വരെ വൗച്ചറിന് ആയുസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 GB ഡേറ്റ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വൗച്ചർ ഉപയോഗിച്ചിട്ട് അഡീഷണൽ ഡാറ്റ അവർക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇന്ത്യൻ റുപ്പി എത്രയാണെന്ന് നമുക്ക് വൗച്ചറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 100 രൂപ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൗച്ചർ നമുക്ക് 10 GB 100 രൂപയ്ക്ക് വേണമെങ്കിൽ ഇനി അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല, സേവ് ചെയ്യുവാണ്. ഇപ്പം ഇനി നമ്മുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ആയിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ പുതിയ വൈഫൈ ഇവിടെ കാണിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന വൈഫൈയുടെ പേര് യെല്ലോ ഡോട്ടാണ്. അപ്പോൾ യെല്ലോ ഡോട്ട് ഞാനിവിടെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, നമ്മൾ ആ കൊടുത്ത രീതിയിൽ കണ്ടാവും വൗച്ചറിൻ്റെ നമ്പർ അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന വൗച്ചർ നമ്പർ എന്ന് പറഞ്ഞാൽ യെല്ലോ ഡോട്ടിൻ്റെ പേരിൽ ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞതുപോലെ 15 വൗച്ചർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടോ, 15 വൗച്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെയായിട്ട് നമുക്ക് ഈ വൗച്ചർ മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വൗച്ചറിൻ്റെ കോഡ് കണ്ടോ. ഇത് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലാണെങ്കിൽ ഇതേപോലെയാണ്. ഇവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് കൊടുക്കാം കണ്ടോ, സക്സസ് റീഡയറക്റ്റിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുവഴിയാണ് ഇനി ഇൻ്റർനെറ്റ് വന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പോയി നോക്കുവാണെങ്കിൽ ഇതൊന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇതാണുള്ള നമ്മുടെ വൗച്ചർ. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. വൗച്ചേഴ്സ്, വൗച്ചർ ഗ്രൂപ്പ്, അതിൽ യെല്ലോ ഡോട്ടിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും കണ്ടോ, ഒരെണ്ണം ഇൻ യൂസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ യൂസ്ഡ് ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി എത്ര മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ ഡാറ്റ യൂസ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. ഇനി ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വൗച്ചറുകളൊക്കെ ഓരോരുത്തർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് വൗച്ചർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെ നമുക്ക് യൂസറിൻ്റെ പേരിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയൊരു യൂസറെ നമുക്കിത് എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരെ ഇവിടെ പോവുക, ഹോട്ട്സ്പോട്ടിൽ ചെല്ലുക. ഹോട്ട്സ്പോട്ടിൽ നിന്ന് നമ്മൾ ഇതേപോലെ തന്നെ ലോക്കൽ യൂസേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ക്രിയേറ്റ് യൂസർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മുടെ ഓഫീസിലും അതുപോലെ തന്നെ റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റ് അതേപടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അത് ഇതൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ആ ഡാറ്റ മുഴുവൻ തീരും. അപ്പോൾ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന് ആവശ്യത്തിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇൻ്റർനെറ്റ് ലിമിറ്റഡ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു സ്റ്റാഫിന് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അവർ വേറൊരുത്തൻ ഉപയോഗിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാക് ബൈൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു മൊബൈൽ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എന്നാൽ നിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും താട്ടെ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരുത്തൻ വന്നു കഴിഞ്ഞാൽ അവനത് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ മാക് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊബൈലിലേക്ക് മാത്രമായിരിക്കും അത് ആക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു സുരക്ഷയുടെ കാര്യം കൂടെയാണ്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്ന പോലെ വൈഫൈയുടെ പാസ്വേഡ് ഈ പുറത്തുനിന്ന് വന്ന് ഒരു ദിവസത്തേക്കും 2 ദിവസത്തേക്കൊക്കെ താമസിക്കാൻ വരുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് റിസോർട്ടിലും ഹോട്ടലിലും പേയിങ് ഗസ്റ്റൊക്കെ ആയിട്ട് വരുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യണമെന്നുള്ള കാര്യം അവർക്ക് പോലും ഇന്നത്തെ കാലത്ത് അറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കണം. അതിലൂടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും റവന്യൂ ഒക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ ചെയ്ത് വെക്കുക. ഇത് വളരെയധികം കോസ്റ്റ് കുറഞ്ഞൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ മുതൽ 25,000 രൂപ വരെ മാത്രമാണ് ചിലവ് വരുന്നത്. പിന്നെ നിങ്ങളുടെ റിസോർട്ടും ഹോട്ടലൊക്കെ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്സസ് പോയിന്റുകൾ വെക്കേണ്ടതായിട്ട് വരും, നെറ്റ്വർക്ക് കേബിൾ വലിക്കേണ്ടതായിട്ട് വരും, അതിനൊക്കെ അഡീഷണൽ ചിലവ് വരും. അപ്പോൾ എന്തായാലും ഒരു കൊട്ടേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഓൾ കേരള ഇത് ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കണം, അറിയണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ നെറ്റ്വർക്കിങ്ങിലും IP ക്യാമറകളിലും ആക്സസ് കൺട്രോളിലും ബൂം ബാരിയറിലും ഇൻട്രൂഷൻ അലാം സിസ്റ്റത്തിലും എല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ഓൺലൈനായിട്ട് തന്നെയാണ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 399 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് നമുക്ക് വരുന്ന ചിലവ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണം, കൂടുതലായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ടെക്നിക്കൽ എന്തൂസിയാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടനോട് ചേർന്ന് തന്നെ നിങ്ങൾ ഓൾറെഡി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി ക്ലിക്ക് അടിക്കാൻ വേണ്ടി പോകുന്നത് ജോയിൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ പേയ്മെൻറ്റ് ഓട്ടോ ഡെബിറ്റ് ഓപ്ഷനാണ് വരുന്നത്. ഗൂഗിളിലേക്ക് തന്നെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, നേരിട്ട് എനിക്കല്ല തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ഇട്ടിരിക്കുന്ന ഒരുപാട് ടെക്നിക്കൽ ട്രെയിനിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോൺഫിഗറേഷൻ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെറ്റ്വർക്കിങ്ങിൻ്റെ ക്ലാസ്സാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.